जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय गोपी जना वल्लभा गिरिवरधारी, जय गोपी जना वल्लभा गिरिवरधारी, यशोदनंदन व्रज जन रंजन, यशोदा नंदन व्रज जन रंजन, यमुन तीरा वनचारी, यमुन तीरा वनचारी, जय राधा माधवा कुंज बिहारी, जय राधा माधवा कुंज बिहारी, जय श्री कृष्ण चैतन्य प्रभु नित्यानंद, प्रिय द्वैत गदाधर श्रीवासादि गौर भक्तवृंदा, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, जय प्रभु बदा, जय प्रभु बदा, जय प्रभु बदा, शिल प्रभु बदा, जय गुरुदेवा, जय गुरुदेवा, जय गुरुदेवा, तिल गुरुदेवा निदाय प्रभु, हरि बोल, हरि बोल निताय गुर हरि। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। ओम तत्सत्। भगवद्गीता यथारूपम അധ്യായം 13 പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. 13-ല് ഏറ്റവും അവസാനത്തെ ശ്ലോകം 35, ശ്ലോകം 35. ക്ഷേത്ര ക്ഷേത്രജ്ഞയോരേവം മന്ദരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതി മോക്ഷം ച യേ വിദുയാന്തി തേ പരം. ക്ഷേത്ര ക്ഷേത്രജ്ഞയോരേവം മന്ദരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതി മോക്ഷം ച യേ വിദുർയാന്തി തേ പരം. ക്ഷേത്ര ക്ഷേത്രജ്ഞയോരേവം മന്ദരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതി മോക്ഷം ച യേ വിദുർയാന്തി തേ പരം. ഹരേ കൃഷ്ണ. ശരീരത്തിനും അതിനെ അറിയുന്നവനും ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്നും മുക്തി നേടാനും ഉതകുന്ന പ്രക്രിയ എന്തെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കും. ഭാവാർത്ഥം ജയശ്രീല പ്രഭുപാദ്. ശരീരവും അതിന്റെ ഉടമയായ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വിശദീകരിക്കുകയാണ് ഈ അധ്യായത്തിന്റെ ഉദ്ദേശം. 8 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യക്തമാക്കപ്പെടുന്ന മുക്തി പ്രക്രിയ ശരിയാവണ്ണം മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പരമലക്ഷ്യത്തിലേക്ക് നീങ്ങുവാൻ സാധിക്കും. ഈശ്വരനെ പറ്റി കേൾക്കാനും അങ്ങനെ ക്രമേണ ജ്ഞാനം നേടാനും അവസരം നൽകുന്ന സത്സംഗമാണ് വിശ്വാസമുള്ള മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം. ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ചാൽ ജഡപദാർത്ഥവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയും. അത് തന്നെ ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. ആധ്യാത്മിക ഗുരു വിവിധോപദേശങ്ങളാൽ ശിഷ്യന് ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക സങ്കല്പത്തിൽ നിന്ന് മുക്തനാവാൻ സഹായിക്കും. ഉദാഹരണമായി ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ച് ഭൗതിക ചിന്താ സരണിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് നോക്കുക. ഈ ശരീരം ജഡമാണെന്ന് ഏവർക്കും അറിയാം. ഇതിനെ 24 മൂലകങ്ങളായി വിശകലനം ചെയ്യാൻ കഴിയും. ഒരു സ്ഥൂലമായ ആവിഷ്കാരമാണ് ശരീരം. മനസ്സും വൈകാരിക വൃത്തികളും മത്രേ സൂക്ഷ്മാവിഷ്കാരങ്ങൾ. ഈ 2 വിഭാഗങ്ങളുടെയും സങ്കലനം ജീവലക്ഷണങ്ങളാണെന്ന് അറിയപ്പെടുന്നു. ഇവയ്ക്കെല്ലാം ഉപരി ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്.
ജീവാത്മാവും പരമാത്മാവും രണ്ടാണ്. ജീവാത്മാവിന്റെയും 24 മൂലകങ്ങളുടെയും സംയോഗമാണ് ഈ ഭൗതിക പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിച്ചു പോരുന്നത്. സംയോഗമാണ് ഈ പ്രത്യക്ഷ പ്രപഞ്ച ഘടനയെ ഇങ്ങനെ ജീവാത്മാവിന്റെയും ഭൗതിക മൂലകങ്ങളുടെയും സംയോജന ഫലമായി കാണാനും പരമാത്മാവിന്റെ സ്ഥിതി അറിയാനും സാധിച്ചാൽ ആധ്യാത്മിക ലോകം പ്രാപ്തർക്ക് അർഹരാകും. മനനം കൊണ്ട് സാക്ഷാത്കരിക്കേണ്ടവയാണ് ഈ വിഷയങ്ങൾ. ഈ അധ്യായം ഒരു ആധ്യാത്മിക ആചാര്യന്റെ സഹായത്തോടെ നിഷ്കൃഷ്ടമായി പഠിച്ചറിയേണ്ടതുണ്ട്. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ എന്ന ഭഗവത്ഗീതയുടെ 13-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കും. ഓം തത്സത്. നമാവോം വിഷ്ണുപുതായ കൃഷ്ണപ്രസാദ് മുരളി ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നാമിനെ നമസ്തേ സരസ്വതി ഗൗരി വാണി വിചാരണ നിർവിശേഷി പാശ്ചാത്യ ദേശുതാരനെ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवाचार्य गौर भक्त वृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे. हरे कृष्णा. क्षेत्र क्षेत्रज्ञयोरेवं अंतरम ज्ञान चक्षुषा भूत प्रकृति मोक्षम च ये विदूर्यान्ति परम. 35-ാമത്തെ ശ്ലോകമാണ്. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതി, പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ആരാണോ കൊണ്ട് നടക്കുന്നത് അല്ലെ. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരീരം, ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞ ആത്മാവ്. അപ്പോ എന്താണ് അറിവ് അല്ലെ? അർജുനൻ ഒരേ ഒരു ചോദ്യമാണ് ചോദിച്ചത്. ചോദിച്ചെന്താണ്? ഈ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. പ്രകൃതിം പുരുഷം ചൈവ ക്ഷേത്രം ക്ഷേത്രജ്ഞം ഏവച ഏതത് വേദിതും ഇച്ഛാമി ജ്ഞാനാം ജ്ഞേയം ച കേശവ. ഒരേ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അതിനാണ് ഭഗവാൻ ഈ 34 ശ്ലോകം പറഞ്ഞത്. ഭഗവാൻ അവിടെ എന്താ പറഞ്ഞത്? അർജുനൻ എന്താ ചോദിച്ചത്? അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനത്തിന്റെ വിഷയീഭവിക്കുന്നത്, ഇവയെക്കുറിച്ചെല്ലാം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ആര് ചോദിച്ചത്? അർജുനൻ ചോദിച്ചത്. അപ്പൊ ഭഗവാൻ എന്തു പറഞ്ഞു? ശ്രീ ഭഗവാൻ ഉവാച ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിദ്ധ്യമിധീയതേ ഏതദ്യോ വേത്തിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി സത്വിദഃ. എന്താണ്? പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, കുന്തിപുത്ര, ഈ ശരീരം ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു അല്ലെ. ഈ ശരീരമാണ് ക്ഷേത്രം. ഇതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനും അത്രേ. ഈ ശരീരം എന്താണെന്ന് അറിയുന്നവൻ എന്താണ്? ക്ഷേത്രജ്ഞനുമാണ് എന്നാണ് വളരെ വളരെ എന്താണ് ചുരുക്കി പറഞ്ഞത്. അതിന്റെ വിശദീകരണമാണ് ഈ ചാപ്റ്റർ മുഴുവൻ, ഈ അധ്യായം മുഴുവൻ. അപ്പൊ അവസാനിക്കുന്നത് എന്തിലാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് അറിവ് അല്ലെ? എന്താണ് അറിവ്? നമുക്ക് എല്ലാവരും പറയില്ലേ, നമുക്ക് ഒരുപാട് അറിവൊക്കെ ഉണ്ട്. പക്ഷെ അർജുനൻ അവിടെ എന്താ വിചാരിച്ചത്? ഈ അറിവ് ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് അറിയാൻ അർജുനൻ ആഗ്രഹിച്ചു. അറിവ് എന്നാൽ ഈ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിലാക്കുക അല്ലേ. നമ്മൾ ചിലപ്പോൾ ഓരോരുത്തരെ കണ്ടിട്ട് പറയും, അവൻ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ്, അവന് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, അവന് ഡബിൾ MSc അല്ലെ, ഒരു PhD ഒക്കെ എടുത്തിട്ടുണ്ട് അല്ലെ, അവൻ MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഭയങ്കര ജ്ഞാനമാണ്. എന്ത് ജ്ഞാനം? ആ ജ്ഞാനം കൊണ്ടൊന്നും യാതൊരു വിശേഷവുമില്ല. പിന്നെ എന്താണ് അറിവ്? എന്താണ് ജ്ഞാനം അല്ലെ? അറിവെന്നാല് ഈ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിലാക്കുക എന്നാണ്. ഈ ശരീരം എന്താണ്, ആത്മാവ് എന്താണ് അല്ലെ, ഭഗവാൻ ആരാണ്, ഇതൊക്കെ മനസ്സിലാവുന്നതാണ് യഥാർത്ഥത്തിലുള്ള അറിവ്. ക്ഷേത്ര ക്ഷേത്രജ്ഞ. ക്ഷേത്ര എന്നാൽ ഈ ശരീരം, ക്ഷേത്രജ്ഞ എന്നാൽ ശരീരത്തിന്റെ ഉടമ. ഇതിന്റെ ഉടമ ആരാണ്? അതാണ് ക്ഷേത്രജ്ഞ അല്ലെ, ക്ഷേത്രജ്ഞൻ. അപ്പൊ ഈ ശരീരത്തെ ക്ഷേത്രം എന്ന് വിളിക്കുന്നു. ക്ഷേത്രം എന്നാൽ പ്രവർത്തന മേഖല അല്ലെ. നമ്മൾ എവിടെയാണോ പ്രവർത്തിക്കാൻ പറ്റും, നമ്മളിപ്പോ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതാണ് പ്രവർത്തന മേഖല അല്ലെ. ഇപ്പോ എന്താണ് ഫീൽഡ് വർക്ക് ആണെങ്കിൽ അപ്പോൾ ആ ഫീൽഡ് ആയിരിക്കും അദ്ദേഹത്തിന്റെ എന്താണ് പ്രവർത്തന മേഖല. കാർഷിക ഭൂമിയിൽ എന്ന പോലെ നിങ്ങൾക്കൊരു തുണ്ട് ഭൂമി ലഭിക്കും. അതാണ് ഈ തുണ്ട് ഭൂമി അല്ലെ. നിങ്ങൾ സ്വന്തമായി ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കും. ഈശോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു എന്താണ്? ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ അല്ലെ.
ഭഗവാന്റെ സൃഷ്ടിയില് ഒരു കുറവും ഉണ്ടെങ്കിൽ എല്ലാം പൂർണ്ണമാണ്. ഒരു കുറവുണ്ടാകില്ല, അല്ലേ? ഒരു കുറവും വരില്ല. എല്ലാം ആവശ്യത്തിനുണ്ട്. പൂർണ്ണം. ഇത് പൂർണ്ണമാണ്, പൂർണ്ണമായി നിർമ്മിച്ചതാണ്. ഒന്നുകിൽ ഈ ഗ്രഹം, അല്ലേ, അല്ലെങ്കിൽ ആ ഗ്രഹം, എല്ലായിടത്തും ജീവാത്മാക്കളുണ്ട്. ഇപ്പൊ എല്ലാ ഗ്രഹത്തിലും ജീവാത്മാക്കൾ ഉണ്ടെന്ന് അർത്ഥം. കൃഷ്ണൻ അവയിൽ ഓരോന്നിനും വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ദൗർലഭ്യത്തിന്റെ പ്രശ്നമേ ഇല്ല, അല്ലെ? വാക്കേറിയ ദൈവം എന്താണ്? ഭക്ഷണവും തരുമെന്ന്, അന്നവും തരുമെന്ന് പറയുന്നത് പോലെ അവിടെ ഏതെങ്കിലും ഒരു ജീവജാലം ഉണ്ടെങ്കിൽ അതിനൊക്കെയുള്ള ഭക്ഷണവും ആര് അവിടെ തന്നിട്ടുണ്ട്? പ്രകൃതിയിലൂടെ ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുക. അന്നാത് ഭവതി ഭവന്തി ഭൂതാനി, അല്ലെ? 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അല്ലെ? ബൈബിളിൽ എന്താ പറയുന്നത്? നീ കൊല്ലരുത്, അല്ലെ? തൗൻ നോട്ട് ഷാൽ നോട്ട് കിൽ എന്ന് പറയും, അല്ലെ? നമ്മൾ എല്ലാം കേട്ടിട്ടുണ്ടല്ലേ? ബൈബിൾ എന്താ പറയുന്നത്? നീ ഒന്നിനെയും കൊല്ലാൻ പാടില്ല. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? അവരെന്തെങ്കിലും ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെയോ അവരെന്താണ്? ബൈബിളിൽ എന്താണോ പറഞ്ഞത് അതിനെതിരായിട്ടാണ്. മൃഗങ്ങളെ കൊന്നു തിന്നെയാണ്, അല്ലേ? ഈ ഇങ്ങനെയൊക്കെ കൊന്നു തിന്നു കഴിഞ്ഞാൽ, മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നു, അതും ഭഗവാന്റെ ഒരു ഒരു സൃഷ്ടിയല്ലേ? നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് തന്നെയാണ് ആ മൃഗങ്ങളുടെ ഉള്ളിലും, അല്ലെ? അതിനെയൊക്കെ കൊന്നു തിന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് സന്തോഷം കിട്ടുക, അല്ലേ? നമ്മളിപ്പോ ഒരു പിറന്നാൾ ആഘോഷത്തിന് പോവാണ്, ഒരു ബർത്ത്ഡേ ആഘോഷത്തിന് പോവാണെന്ന് വെച്ചു. ആരോ നമ്മളെ വിളിച്ചു. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? ഒരു വലിയ കേക്കൊക്കെ ഉണ്ടാക്കി, അല്ലെ? അതിന്റെ നടുക്ക് ഒരു മെഴുകുതിരിയൊക്കെ വെച്ച് അതൊക്കെ കത്തിച്ചങ്ങോട്ട് വയ്ക്കും. അങ്ങോട്ട് എല്ലാവരും ഇങ്ങനെ കൂടി നിന്നിട്ട് എന്ത് ചെയ്യും? ആദ്യം തന്നെ ഈ മെഴുകുതിരി ഊതി അങ്ങ് അണയ്ക്കും. ഈ വിളക്കെന്ന് പറയുന്നത് ലക്ഷ്മിയാണ്, ഐശ്വര്യം, അല്ലെ? അത് തന്നെ ആദ്യമേ അങ്ങോട്ട് കെടുത്തുകയാണ്, ഊതി കെടുത്തുകയാണ്. അപ്പൊ പിന്നെ ലക്ഷ്മി അതുവഴി പോയി, അല്ലെ? ഐശ്വര്യം ഇതുവഴി പോയി. അല്ലെ? ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല. സായിപ്പ് എന്ത് ചെയ്താലും നമ്മൾ അതുപോലെ ചെയ്യും, അല്ലെ? നമ്മൾ അവരെ അതുപോലെ തന്നെ അനുകരിക്കും. അതിനൊക്കെ നമ്മൾ നല്ല മിടുക്കരാ. സായിപ്പ് ഇങ്ങനെ ഊതി കെടുത്തി, സായിപ്പിന് അറിയില്ല ഇത് എന്തോ ആണെന്ന്, അല്ലേ? അവർക്ക് മെഴുതിരി എന്തോന്ന്, വിളക്കെന്തോന്ന് ഒരു ചെറിവില്ലാത്ത ആൾക്കാരാണ്. അവരത് ഊതിക്കെടുത്തി കാണിച്ചു തന്നു, നമ്മളും ഊതിക്കെടുത്തി തുടങ്ങി, അല്ലേ? അപ്പൊ അതാണ്, നീ കൊല്ലരുതെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? കൊല്ലും. എന്നിട്ടോ അവിടെ ഈ ഈ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ എന്താണ് അവിടെ നടക്കുന്നത്, അല്ലെ? കുറച്ച് പാട്ടും കൂത്തും ഒക്കെ കാണും. അത് കഴിഞ്ഞിട്ട് ഈ കുറെ എണ്ണത്തിനെ കൊന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അതിനെയൊക്കെ നമുക്ക് തരും, അല്ലെ? ആൾക്കാർക്ക് വിളമ്പും. ഒരു ഒരു കുഞ്ഞിന്റെ ജനനം, ആ ജനനത്തിന്റെ വാർഷികമാണ് അവിടെ ആഘോഷിക്കുന്നത്, അല്ലെ? അതുപോലെ ജനിച്ചതാണ് അവിടെ കിടക്കുന്നതല്ല. അതിനെയും തല്ലിക്കൊല്ലുക, അതിനെ കൊന്നിട്ട്, അല്ലെ? ഒരു 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 ജീവൻ, ഒരു ജീവാത്മാവിനെ കൊന്നിട്ടാണ് ഒരു ജീവാത്മാവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. എങ്ങനെ നന്നാവും? എങ്ങനെ ശരിയാവും അത്, അല്ലെ? പക്ഷെ ഇവരോടൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാവുമോ? ഇല്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടിച്ചു പറിച്ച് തിന്നാലേ എന്തെങ്കിലും കഴിച്ചതായിട്ട് തോന്നും. അല്ലാതെ വെറും ചോറൊക്കെ കൊടുത്താൽ, അല്ലെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ടയോ കൊടുത്താലൊന്നും അവർക്ക് പോരാ. പിന്നെ എന്ത് വേണം? അവർക്ക് കടിച്ചു തിന്നണം, അല്ലേ? പിശാചുക്കളെ പോലെയാണ്. അപ്പോ എന്താണ്? അപ്പൊ മൃഗങ്ങളെ കൊന്ന് തിന്നുകയാണ്. അവരെങ്ങനെ സന്തോഷിക്കും? അവർക്ക് എങ്ങനെ സന്തോഷം കിട്ടും? ഈ പാവം എല്ലാം ചെല്ലുന്ന ആർക്കാന്നറിയോ? ആ കൊച്ചുകുട്ടിക്ക്. ആരുടെ ബർത്ത്ഡേക്കാണോ ഇതിനെല്ലാം തല്ലിക്കൊന്ന് ഭക്ഷണമാക്കി വെച്ചിരിക്കുന്നത്, ആ കുട്ടിക്കാണ് ഈ പാപം മുഴുവൻ ചെല്ലുന്നത്. വല്ല ആവശ്യമുണ്ടോ? നമ്മൾ വലിയ പ്രസന്റേഷനൊക്കെ ആയിട്ടായിരിക്കും ആ കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് പോകുന്നത്, അല്ലെ? പക്ഷെ ആ കുട്ടിക്ക് കിട്ടുന്നതോ ഉള്ളതിൽ ദുരിതമായിരിക്കും കിട്ടും. കാരണം ഈ പശുക്കളുടെ ശാപവും പാപവും പ്രാക്കും എല്ലാം ആർക്കാ കൂട്ടുന്നത്? ഈ കൊച്ചിന്റെ പിറന്നാൾ ആയതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ തല്ലിക്കൊണ്ടു പോകുന്നത് അവിടെ വെച്ചിരിക്കുന്നത്, അല്ലെ? അപ്പോ വല്ല ആവശ്യമുണ്ട്? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഒരു മംഗളകർമ്മം നടക്കുന്ന സമയത്ത് ഒരു 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 ഇങ്ങനെയൊന്നും ഒരു കുരുതി പാടില്ല. അല്ലെങ്കിൽ ഒരു ആത്മാവിനെ നമ്മൾ വധിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല എന്ന് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട്, അല്ലെ? ഏറ്റവും പാപകരമായ പ്രവർത്തനങ്ങൾ. നമ്മളുടെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. കാള നിങ്ങളെ സഹായിക്കും. പശുക്കൾ നമുക്ക് പാൽ തരും. അവർ അച്ഛനും അമ്മയുമായി കണക്കാക്കപ്പെടുന്നു. ആര്? കാളയും പശു, അല്ലെ? അച്ഛൻ കുട്ടികളെ പോറ്റാൻ ഉഴുതി മറിക്കാനും പണം സമ്പാദിക്കുന്നത് പോലെ, അല്ലെ? അച്ഛൻ കുട്ടികളെ പോറ്റാൻ പണം സമ്പാദിക്കുന്നത് പോലെ കാളകൾ ഉൽപ്പാദിപ്പിക്കാനും ഉഴുതുമറിക്കാനും ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. പശു നമുക്ക് എന്ത് തരുന്നു? പാല് തരുന്നു, അല്ലെ? അപ്പൊ പശു ആരാണ്? അമ്മയാണ്. അച്ഛൻ കാള.
പിന്നെ എന്താണ് ഈ നാഗരികത? അച്ഛനെയും അമ്മയെയും കൊല്ലുന്നതാണ് നാഗരികത, അല്ലേ? ഇത് നല്ല നാഗരികതയല്ല, ആണോ? അല്ല, അത് നിലനിൽക്കില്ല. ദുരന്തം കാത്തിരിക്കും. എവിടെയെല്ലാം പശുക്കളെയും കാളകളെയൊക്കെ അറുത്ത് കൊല്ലുന്നുണ്ടോ അവിടെയെല്ലാം ദുരന്തങ്ങൾ കാത്തിരിക്കുകയാണ്. അവിടെയൊക്കെ ദുരന്തങ്ങൾ നടക്കുന്നുണ്ട്, അല്ലേ? എത്രയൊക്കെ മണിമാളികകള് കെട്ടിപ്പടുത്താലും, എത്രയൊക്കെ മുന്തിയ മുന്തിയ കാറുകൾ നമ്മൾ വാങ്ങിയാലും, അല്ലേ, ഭഗവാൻ ഇതിന്റെ ഒരു നിമിഷം കൊണ്ടങ്ങ് എടുത്ത് മാറ്റിക്കളയും. ആര്? പ്രകൃതി. എന്താണ്? ഒരു വലിയ ഒരു വെള്ളപ്പൊക്കം വന്നു. നമ്മൾ കണ്ടതാണല്ലോ, അല്ലേ? നമ്മൾ ഇവിടെ പലത് കണ്ടു. ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ കണ്ടിട്ടുണ്ട്, പലയിടത്തും നടക്കുന്നതായിട്ട്. എവിടെയെല്ലാം അഹങ്കരിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും അത് സംഭവിച്ചിട്ടുണ്ട്, അല്ലേ? അവര് സ്വന്തം BMW മെഴ്സഡീസ് ഒക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത് ഇങ്ങനെ നോക്കിയിരുന്നോ കാണാനേ പറ്റുള്ളൂ. ദേ പോകുന്നു, നമ്മളെ കെട്ടിടം അല്ലേ ആ പോകണം. അതെ, ആ കെട്ടിടം ഒലിച്ചു പോകണം വെള്ളപ്പൊക്കത്തിൽ. വെള്ളപ്പാച്ചിലാണ്, അല്ലേ? അതിൽ പിന്നെ ഇത് വലിയവനാണ് ചെറിയവനാണെന്നില്ല, എല്ലാം കഴുകിക്കൊണ്ടങ്ങ് പോകും. അത് ഇങ്ങനെ ഡാൻസ് ചെയ്ത് പോകുന്നു. നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ, നിസ്സഹായരായിട്ട് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ, അല്ലേ? അഹങ്കാരം കൊണ്ട് നമുക്ക് കണ്ണു കാണാൻ പറ്റാതെ ഈ ഉള്ള ദുഷ്കരങ്ങളൊക്കെ കാണിച്ചു വെച്ചു, അല്ലേ? ഇനിയിപ്പോ എന്താ വെച്ചാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാം. അങ്ങനെ അനുഭവിച്ചതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിക്കും. കാരണം പ്രകൃതിയുടെ നിയമം അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നത് ഏറ്റവും പാപമാണ്. അത് ഭയങ്കര പാപമാണ്. ഭരണകൂട നിയമം ലംഘിച്ച് നമ്മൾ കുറ്റവാളിയാകുന്നത് പോലെ നമ്മള് ദൈവത്തിന്റെ നിയമം ലംഘിക്കുമ്പോൾ നമ്മള് പാപികളാണ്. അതിനാൽ ഈ ഉദാഹരണം നൽകിയിരിക്കുന്നു. ഇതം ശരീരം ക്ഷേത്രം, അതായത് ഒരു നിശ്ചിത ഭൂമി സ്വന്തമാക്കുക എന്നത് അടിസ്ഥാന നാഗരികതയാണ്. ഓരോരുത്തർക്കും സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും, അല്ലെ, ഓരോരുത്തർക്കും അവനവന്റെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ഭൂമി ഉണ്ടായിരിക്കും, അല്ലെ? അതിന് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. പ്രഭുപാദൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു സെന്റ് ഭൂമിയും ഒരു പശുവും ഒരു കാളയും ഉണ്ടെങ്കിൽ, അല്ലെ, സന്തോഷമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉൽപ്പാദിപ്പിച്ച് നിങ്ങൾക്ക് സന്തോഷമായിട്ട് മനസ്സമാധാനത്തോടെ കഴിയാന്ന് പറഞ്ഞു. എന്താണ്, അല്ലെ? അതുപോലെ നമുക്ക് കുറച്ച് ഭൂമി ലഭിക്കുകയും സ്വയം പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ ഈ ശരീരവും ആ ഭൂമി പോലെയാണ്, അല്ലെ? അപ്പോ ഇതാരാണ്? ഞാനാണ്. ഈ ഞാൻ ആരാണ്? ആത്മാവാണ്, അല്ലെ? ഈ ശരീരവുമായി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് നല്ല ഫലമോ ചീത്തയോ കൊയ്യാൻ കഴിയും. അപ്പൊ നല്ല കാര്യങ്ങളാണ് നമ്മൾ ഈ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നെങ്കിൽ നമുക്ക് നല്ല നല്ല ഫലങ്ങൾ കിട്ടും. ഈ ചീത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നെങ്കിലോ നമുക്ക് ചീത്ത ഫലം കിട്ടും. ഇത് വളരെ സൗമ്യമുള്ളതാണ്. ഇതാണ് അറിവ്, അല്ലെ? ഇതാണ് യഥാർത്ഥമായിട്ടുള്ള അറിവ്. അപ്പൊ ഈ ശരീരം നമുക്ക് എന്തിനാ തന്നിരിക്കുന്നത്? ഭഗവാനെ സേവിക്കാനാണ് തന്നിരിക്കുന്നത്. നമ്മൾ മറ്റൊരു കാര്യത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ നരകത്തിലേക്ക് പോകുന്നു. ഇതം ശരീരം ക്ഷേത്രം. ദൈവം എനിക്ക് തന്നത് ഒരു തുണ്ടുഭൂമി. ഈ തുണ്ടുഭൂമി, അല്ലെ, ഈ ശരീരം. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുക. ഈ ശരീരം കൊണ്ട് നമ്മൾ നമ്മുടെ ഭാവി ഉണ്ടാക്കുന്നു, കർമ്മണ. കാരണം ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത് എന്റെ കർമ്മത്തിനനുസരിച്ചാണ്. നമ്മൾ എന്തൊക്കെ കർമ്മം ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള ശരീരമാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്തൊക്കെയോ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, പുണ്യപ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്, അല്ലെ, കോടാനുകോടി ജന്മങ്ങൾ കൊണ്ട് ആർജിച്ച പുണ്യഫലം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ശരീരം ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്നത്. എന്നും പറഞ്ഞ് നമുക്ക് അടുത്ത ജന്മത്തിലും ശരീരം കിട്ടണമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല, അല്ലെ? അന്തകാലേഷു മാമേകം ശരണം മുക്ത കളയവരം. അപ്പൊ നമ്മൾ വിചാരിക്കും അവസാനത്തെ കാലത്ത് ആലോചിച്ച പോരെയെന്ന്. ഒരിക്കലും നടക്കില്ല, അല്ലെ? ഭഗവാനെ പറ്റിക്കാനോ പ്രകൃതിയെ പറ്റിക്കാനോ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഒന്നും വരത്തില്ല. ഇങ്ങനെ സൗണ്ട് പോലും വരത്തില്ല. ഈ കഫം കൊണ്ട് ഇവിടെ നിറയും, അല്ലെ? നമ്മളെ ആഗ്രഹങ്ങൾ ഇങ്ങനെ, അല്ലെ, എന്താണ്, നീണ്ടു 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 പോവുകയാണ്. ഒരാഗ്രഹം കഴിയുമ്പോൾ മറ്റൊരാഗ്രഹം, ഒരാഗ്രഹം കഴിയുമ്പോൾ മറ്റൊരാഗ്രഹം. ഈ ആഗ്രഹം ഒരിക്കലും നമുക്ക് നിൽക്കത്തില്ല, നിലയ്ക്കില്ല. അതിങ്ങനെ ഈ സമുദ്രം പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. ഒരാഗ്രഹം റെഡിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരികയാണ്. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് പിന്നെ, അല്ല? അത് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ അടുത്ത ആഗ്രഹം. അങ്ങനെ മരണം വരെ നമ്മുടെ ഈ ആഗ്രഹം ഒരിക്കലും കുറയില്ല, അതിങ്ങനെ നിൽക്കും, അല്ലെ? അപ്പൊ അതിനനുസരിച്ചാണ് നമുക്ക് അടുത്ത ശരീരം കിട്ടുന്നത്. അപ്പോ ഒരു അമ്മുമ്മ, ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ ഈ കഥ, അല്ലെ? ഒരു 103 വയസ്സായ ഒരു അമ്മുമ്മ മരണശയ്യയിൽ കിടക്കുകയാണ്. അവരുടെ ശരീരം അനങ്ങുന്നില്ല. അവര് എന്തെങ്കിലും കഴിച്ചിട്ട് കുറെ കാലമായി. മക്കള് ഈ ഈ എന്താണ്, തുണിയില് വെള്ളം മുക്കി ഇങ്ങനെ തുണ്ടിൽ വെച്ചു കൊടുക്കും. അപ്പൊ ഇങ്ങനെ ആക്കും. അപ്പോഴാണ് അവരറിയുന്നത് ഇതിന് ഇപ്പോഴും ജീവനുണ്ടെന്ന്. ആ രീതിയിൽ കിടക്കുക, അല്ലെ? അപ്പൊ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇനി കുറെ കാലത്തേക്ക് ഇല്ല, എത്രയും പെട്ടെന്ന് നിങ്ങളെ ബന്ധുക്കളെയൊക്കെ അറിയിച്ചോളൂ. അമ്മൂമ്മ എപ്പോഴും എപ്പോ വേണമെങ്കിലും പോവാൻ റെഡി ആയിരിക്കുകയാണ്, അല്ലെ?
എന്നിട്ട് ഡോക്ടർ ഈ അമ്മൂമ്മയോട് രഹസ്യമായിട്ട് ചോദിച്ചു, അമ്മൂമ്മ എന്തെങ്കിലും അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അമ്മൂമ്മയ്ക്ക് ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ കുറെ കാലമായിട്ട് ഒന്നും കഴിക്കാതെ ഈ വെള്ളം ഇങ്ങനെ വയ്ക്കുന്നത് മാത്രം വെച്ചുകൊണ്ട് അവരിങ്ങനെ കഴിക്കുകയാണ്, അല്ലെ? ശരീരം എല്ലാം തളർന്ന് ഇങ്ങനെ അസ്ഥികൂടം പോലെ ആയിരിക്കുക. നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സർവ്വ നാഡീം ഞരമ്പുകളും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അത്രയും ശക്തി വേണം നമുക്ക് സംസാരിക്കണം, അല്ലെ? അപ്പൊ നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അയാള് അല്ല ഹീസ് ഓക്കെ എന്ന് വേണം പറയാം. ഹീസ് ഹെൽത്ത് വൈസ് ഹീസ് ഓക്കെ എന്ന് വേണം പറയാം, അല്ലേ? അങ്ങനെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലായി? അപ്പോ അങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ആരോഗ്യം ഉണ്ടാവും. അപ്പോ ഈ അമ്മമ്മയ്ക്ക് ഒരു ഇതുമില്ല. അപ്പൊ ഈ പറയുന്നതെല്ലാം കേൾക്കാൻ പറ്റും, അല്ലേ? കാരണം ഈ ഈ ശരീരത്തിലുള്ള ഈ അവയവം മാത്രമാണ് അവസാനം മരിക്കുന്നത്. ബാക്കിയെല്ലാം നേരത്തെ മരിക്കും, അല്ലേ? ചെവി കേൾക്കാം, മരിച്ചാലും കേൾക്കാൻ പറ്റുമെന്ന് പറയാം. കാര്യം അത് കഴിഞ്ഞാലും ഇത് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ മരിക്കാൻ കിടക്കുന്ന ആൾക്കാരുടെയൊക്കെ അടുത്ത് ഈ ഹരികൃഷ്ണ മഹാമന്ത്രത്തിന്റെ ആ ഒരു റെക്കോർഡ് കൊണ്ടുവച്ചുകൊണ്ടിരിക്കണം, അല്ലേ? അപ്പൊ അത് അവർ കേട്ടുകൊണ്ടിരിക്കും, അവർക്ക് സമാധാനമായിട്ട് തിരിച്ചു പോകാൻ പറ്റും. അപ്പൊ ഈ വയസ്സായി കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതാണ് ചെയ്യേണ്ടത്, അല്ലെ? എപ്പോഴും അവരെ ഹരികഥ കേൾപ്പിക്കാൻ ശ്രമിക്കുക, അല്ലെ? ഹരേ കൃഷ്ണ മഹാമന്ത്രം കേൾപ്പിക്കാൻ ശ്രമിക്കുക. അവർക്ക് അത്രയും പുണ്യം കിട്ടും, അല്ലെ? അപ്പൊ ഈ അമ്മമ്മ ഉള്ള ആരോഗ്യം മുഴുവൻ, എനിക്ക് എന്തോ ആ അമ്മമ്മയുടെ ഉള്ളിൽ എന്തോ ആഗ്രഹം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ, അല്ലെ? എന്തോ ബാക്കി നീ 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 ആ ഇന്ദ്രിയ സംതൃപ്തി ഇനി വേണമെന്നുള്ള ഒരു താല്പര്യമാണ്, അല്ലെ? എപ്പോ വേണമെങ്കിലും പോകാൻ പറഞ്ഞു കിടക്കും. ആ എല്ലാ ശക്തിയും എടുത്തിട്ട് പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ഇച്ചിരി നെത്തോലി ഇച്ചിരി മരിച്ചിനി വേണമെന്നോ. എന്തോന്ന്? നെത്തോലി ചാറും മരിച്ചിനും. നെത്തോലി കഷ്ണം പോലും കഴിക്കാൻ പറ്റത്തില്ല, ചാറ് മതി, അല്ലേ? നെത്തോലിയും മരിച്ചിനും. അപ്പൊ ഈ അവസാനത്തെ ആഗ്രഹവും, അല്ലെ? ഇത്രയും കാലം ഈ 103 കൊല്ലം കഴിച്ചത് ഇതൊക്കെ തന്നെയാണ്. എന്നിട്ടും അമ്മമ്മയുടെ ആഗ്രഹം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ മരിക്കാൻ കിടക്കുന്ന സമയത്തും എന്തൊക്കെ ആഗ്രഹങ്ങൾ ബാക്കി ഉണ്ട് എന്നർത്ഥം. മനസ്സിലായില്ലേ? ഇത്രയും ആരോഗ്യം എടുത്ത് ശക്തി എടുത്തിട്ടാണ് അമ്മമ്മ അത് പറഞ്ഞത്. ഈ പറഞ്ഞതും എല്ലാ ശക്തിയും പോയി ഇതാ കിടക്കണം, പോയി കഴിഞ്ഞു, ആള് പോയി. ഇത്രയും പറഞ്ഞതും കണ്ണടച്ചതും ഒരുമിച്ച് ആള് പോയി. അപ്പൊ ഈ അമ്മമ്മ അവസാനം എന്താ ആഗ്രഹിച്ചത്? ഇച്ചിരി നെത്തോലി, അല്ലേ? നെത്തോലിയുടെ ചാറ്, മീൻ കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ് അമ്മൂമ്മയ്ക്ക് അപ്പോഴും ഉള്ളത്, മരിക്കാൻ കിടക്കുന്നപ്പോഴും ഉള്ളത്. അപ്പൊ അടുത്ത ജന്മത്തിൽ അമ്മൂമ്മ എന്തായി തീർന്നിരിക്കും, അല്ലേ? എപ്പോഴും മീൻ കഴിക്കാൻ പറ്റുന്ന ഒരു ശരീരം അമ്മൂമ്മയ്ക്ക് കിട്ടി. എന്ത് ശരീരമാണ്? പൊന്മാനിന്റെ ശരീരം കിട്ടി. ഭഗവാൻ ആരുടെ ആഗ്രഹം നമ്മൾ ഇല്ലാതാക്കില്ല, അല്ലെ? എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് തരും. അത് ഭഗവാന്റെ ഒരു നിർബന്ധമാണ്, അല്ലെ? നിനക്ക് ഇഷ്ടം പോലെ മീൻ കഴിക്കാനുള്ള ഒരു ശരീരം ഞാൻ നിനക്ക് തരാം. പ്രകൃതി അതിനനുസരിച്ച് എല്ലാം റെഡിയാക്കി വെക്കും. അടുത്ത ജന്മത്തില് അമ്മമ്മ ഒരു പൊന്മാനായിട്ട് ജനിക്കും, അല്ലെ? പൊന്മാനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ ആകാശത്ത് നിൽക്കുമ്പോൾ ഈ വെള്ളത്തിനടിയിൽ കൂടെ ഇങ്ങനെ ഓടി നടക്കുന്ന ഈ മത്സ്യങ്ങളെ കാണാൻ പറ്റും. ഭയങ്കര കാഴ്ചശക്തിയാണ്. അത് നേരെ ബും താഴോട്ട് പോയി ഒരൊറ്റ മുങ്ങല്. തിരിച്ചു വരുമ്പോ ഈ ചുണ്ടില് ഒരു പിടയ്ക്കണ മീനുണ്ടാവും. അതിങ്ങനെ പറന്നു പോയി ഒരു കൊമ്പിലിരുന്നിട്ട് സുഖമായിട്ട്, അല്ലെ, നല്ല ആസ്വദിച്ച് ആ മീൻ കഴിക്കും, അല്ലെ? അടുത്ത 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വീണ്ടും വരും, ഒരെണ്ണത്തിന് പിടിക്കും, വീണ്ടും പോകും. അപ്പൊ അല്ലേ? ഒരു റെസ്ട്രിക്ഷനും ഇല്ല, എപ്പ വേണമെങ്കിലും മീൻ കഴിക്കും. അങ്ങനെ ഒരു ജന്മം ആർക്ക് കിട്ടി? അമ്മൂമ്മയ്ക്ക് കിട്ടി. അമ്മൂമ്മ ഹാപ്പി, അല്ലേ? അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ചുകൊണ്ട്. നേരെ മറിച്ചിട്ട് അമ്മൂമ്മയ്ക്ക് എന്താണ് ആഗ്രഹം എന്ന് ആ ഡോക്ടർ ചോദിച്ചപ്പോ, എനിക്ക് ഗുരുവായൂരപ്പനെ കാണണം എന്നാണ് പറഞ്ഞിരുന്നെങ്കിലോ, നേരെ ഗുരുവായൂരപ്പന്റെ അടുത്ത് പോകാൻ. ഇത് പറഞ്ഞ ഉടനെ അമ്മൂമ്മ മരിച്ചിട്ടുണ്ടാവുക, അല്ലേ? കാരണം അത്ര ആ ശക്തി എടുത്തിട്ട് ഉള്ള ശക്തി മുഴുവൻ സംഭരിച്ചാണ് അത്ര സംസാരിച്ചത്. അങ്ങനെയാണ് സംസാരിച്ചിരുന്നെങ്കിൽ, കാരണം ആഗ്രഹം മാത്രമേ വെളിയിലോട്ട് വരുള്ളൂ. അവിടെ കള്ളം പറയാൻ പറ്റില്ല, ആ സമയത്ത് കള്ളം പറയാൻ പറ്റില്ല, അല്ലെ? എനിക്ക് ഗുരുവായൂരപ്പനെ കാണണം, അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഈശ്വരനെ കാണണമെന്ന് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലോ, ആ സമയത്ത് അമ്മൂമ്മ ജീവൻ വെടിയുകയും നേരെ ഭഗവത്ധാമത്തിലേക്ക് പോവുകയും ചെയ്യും. എന്ത് രസമായിരുന്നു, അല്ലെ? അപ്പൊ ഇതാണ് നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹവും ബാക്കി കാണാൻ പാടില്ല. എന്താഗ്രഹം ബാക്കിയുണ്ടെങ്കിലും ഭഗവാൻ അത് സാധിപ്പിച്ചു. നമ്മുടെ ധ്രുവ മഹാരാജാനെ പോലെ, അല്ലെ? അച്ഛന്റെ മടിയിൽ ഇരിക്കണമെന്നുള്ള ഒരു താല്പര്യത്തിലാണ് അദ്ദേഹം ഇത്രയും കാലം എന്താണ് തപസ് ചെയ്ത് കാട്ടിപ്പോയിട്ട്. കാട്ടിപ്പോയി തപസ് ചെയ്തു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അപ്പൊ ധ്രുവ മഹാരാജ് പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഈ കുറെ കുപ്പിച്ചില്ലിന് വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും കാലം തപസ് ചെയ്തത്, അല്ലെ? അങ്ങേ കണ്ടപ്പോ എനിക്ക് എന്ത് സന്തോഷമായി. എനിക്ക് മറ്റൊരു ആഗ്രഹവും ഇല്ല, ഒരു വരം എനിക്ക് തരല്ലേ ഭഗവാനെ, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഭഗവാൻ വിടുവോ? ഭഗവാൻ ആരാണ്, അല്ലേ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിന്റെ മനസ്സിൽ എന്തോ ആഗ്രഹം ഉണ്ടെന്ന് അത് ഞാൻ സാധിച്ചു തന്നിട്ട് അടങ്ങുള്ളൂ. തഥാസ്തു പറഞ്ഞു, അല്ലേ? അതാണ് നമുക്ക് വേണ്ടെങ്കിലും ഭഗവാൻ അത് നിർബന്ധിച്ച് നമുക്ക് തരും, നമ്മുടെ ഉള്ളില് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ. നമ്മളെല്ലാവരും തന്നെ ഗോലോക വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്നവരാ.
അല്ലെ? അവിടെ സുഭിക്ഷമായിട്ട് ഭഗവാനെ സേവ് ചെയ്ത്, അല്ലെ? എല്ലാ ദിവസവും രാവിലെ ഭഗവാനോട് ഹരികൃഷ്ണ പറഞ്ഞിട്ട്, അല്ലെ? അങ്ങനെ മുഖത്തോട് മുഖം നോക്കി എല്ലാ സേവയും ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും തന്നെ. അവിടെ വന്നിട്ട് ഒരു ഇച്ചിരി അസൂയ, അല്ലെ? ഈ ഭഗവാന് മാത്രം എന്താണ് ഇങ്ങനെ എല്ലാവരും സേവിച്ച് നടക്കണം? എനിക്കും കുറച്ച് സേവയൊക്കെ കിട്ടണമെന്നൊക്കെ പറഞ്ഞാല് എന്നെ ആരെങ്കിലുമൊക്കെ സേവിക്കണം, എന്നെ ആരെങ്കിലുമൊക്കെ എന്താണ് മസാജ് ചെയ്യണം, അല്ലെ? എന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പൂജിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആ അസൂയ കൊണ്ട് താഴോട്ട് പോകുന്നത്. ഇവിടെ എല്ലാം ഭയങ്കര സുഖമാണെന്ന് വിചാരിച്ച് താഴോട്ട് പോയത്. പക്ഷേ ഇവിടെ വരുമ്പോ എന്റെ കുഞ്ഞ് വിഷമിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, അല്ലെ? പ്രകൃതിയോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ കുഞ്ഞിന് എന്താണോ ആവശ്യം അതെല്ലാം നീ കൊടുത്തോണം, അല്ലെ? അവന് ഒരു കാര്യത്തിലും വിഷമിക്കാനും പാടില്ല. നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, അല്ലെ? അച്ഛനോ മോനുമായിട്ട് വഴക്കുണ്ടാക്കി മോൻ വീട് വിട്ട് നാട് വിട്ട് പോകുന്നു. പക്ഷെ അച്ഛൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവൻ എവിടെയാണ് പോകുന്നത്, അവിടെ ആരെങ്കിലുമൊക്കെ ഏർപ്പാടാക്കും, അവന് ആവശ്യമുള്ള കാശൊക്കെ നീ കൊണ്ട് കൊടുക്കണം, പൈസയൊക്കെ ഞാൻ അയച്ചു തരാം, അല്ലെ? ദേഷ്യപ്പെട്ടാണ് വഴക്കുണ്ടാക്കിയാണ് പോയതെങ്കിലും ആ അച്ഛന്റെ ഉള്ളിൽ പിടയ്ക്കുകയാണ്, അല്ലെ? എന്റെ കുഞ്ഞ് അവിടെ പോയാലും അവൻ വിഷമിക്കാൻ പാടില്ല. അതുപോലെയാണ് ഭഗവാൻ ഇവിടെ. അത്രയും മെർസിഫുൾ ആണ് ഭഗവാൻ. നമ്മളോടൊപ്പം ഒരു നിമിഷം പോലും ഇല്ലാതുണ്ടാവില്ല. എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമുക്ക് എന്താണോ ആവശ്യം, നമുക്ക് എന്താണോ ആഗ്രഹം, അതെല്ലാം സാധിച്ചു തരാനായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും, അല്ലെ? അപ്പോ നമുക്ക് എന്താണോ ആവശ്യം അതെല്ലാം ഇങ്ങനെ റെഡിയാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ത്രൂ ആര് വഴി? ഈ പ്രകൃതി വഴി നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും മെർസിഫുൾ ആണ്, അത്രയും ദയാലുവാണ് നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ, അല്ലെ? അപ്പോ ഇതം ശരീരം ക്ഷേത്രം, ദൈവം നിനക്ക് ഒരു തുണ്ട് ഭൂമി തന്നിട്ടുണ്ട്, ഈ ശരീരം. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യും, ഈ ശരീരം കൊണ്ട് നമ്മളുടെ ഭാവി ഉണ്ടാക്കുന്നു, കർമ്മ. കാരണം ശരീരം ഉൽപ്പാദിപ്പിക്കുന്നത് എന്റെ കർമ്മത്തിനനുസരിച്ചാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ശരീരത്തിന് ഇത്രയധികം വൈവിധ്യങ്ങൾ? നമ്മളെല്ലാം മനുഷ്യരാണ്, എല്ലാവരും നമുക്ക് രണ്ട് കൈകളുണ്ട്, രണ്ട് കാലുകളുണ്ട്, എന്നിട്ടും ശരീരങ്ങൾ വ്യത്യസ്തമാണ്, അല്ലെ? നമ്മളിപ്പോ ഒരു 10-30 പേര് ഇവിടെ കൂടിയിട്ടുണ്ട്, എല്ലാവരും ഒരുപോലെ ഇരിക്കാൻ, അല്ലെ? അതിനകത്തുള്ള ആത്മാവ് മാത്രമാണ് ഒരേപോലെ ഇരിക്കുക, ബാക്കി എല്ലാവരും പല രീതിയിലായിരിക്കുക, അല്ലെ? പല വലിപ്പത്തിൽ, പല ഷേപ്പിലായിരിക്കുക. നമ്മളെല്ലാം മനുഷ്യരാണ്, എല്ലാവർക്കും നമുക്ക് രണ്ട് കൈകളും രണ്ട് കാലുകളും ഉണ്ട്, എന്നിട്ടും ശരീരങ്ങൾ വ്യത്യസ്തമാണ്. ആരുടെയും ശരീരം മറ്റേതിന് തുല്യമാണെന്ന് നമുക്ക് കണ്ടെത്താനാവില്ല. കാരണം നമുക്ക് വ്യത്യസ്തമായ മാനസികാവസ്ഥയുണ്ട്. നമ്മൾ ഓരോരുത്തരുടെയും ആത്മാവാണ്. നമുക്ക് വ്യത്യസ്ത മാനസികാവസ്ഥയാണ്, വ്യത്യസ്ത പ്രവണതകളാണ്, വ്യത്യസ്ത ആശയങ്ങളുണ്ട്. അതിനാൽ ഈ രീതിയിൽ നമുക്ക് വ്യത്യസ്ത ശരീരങ്ങൾ ലഭിച്ചു. ഇതാണ് ശാസ്ത്രം. അവർ വളരെയധികം കാര്യങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷേ അവർ ചെയ്യുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർക്ക് ശരീരത്തിന്റെ വൈവിധ്യങ്ങൾ ഉള്ളതെന്ന് വിശദീകരിക്കാൻ കഴിയുന്നില്ല, അല്ലെ? ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക, എന്തുകൊണ്ടാണ് കൃത്യമായി ഒരേ സവിശേഷതയുള്ള ഒരേ ഒരു മനുഷ്യനല്ലാത്തത്, എല്ലാവരും ഒരുപോലെ ഇരിക്കാത്തത് എന്താ? കൃഷ്ണൻ ഓരോ തരത്തിലുള്ള ശരീരം ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കർമ്മമനുസരിച്ച് നമുക്ക് പലതരം ശരീരങ്ങൾ ലഭിക്കും. അതിനാൽ ഇത് അറിവാണ്. എനിക്ക് ഈ ശരീരം വയലായി ലഭിച്ചു, അല്ലെ? വയല്, അല്ലെ? നമുക്ക് എന്താണ് ഉഴുതുമറിക്കാനുള്ള വയൽ. ഒരാൾക്ക് അവന്റെ അധ്വാനത്തിനനുസരിച്ച്, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന്റെ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യാനുള്ള ഭൂമി ലഭിക്കുന്നത് പോലെ ഈ പ്രവർത്തന മേഖലയും നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് നമ്മുടെ ഭാവി നല്ലതോ ചീത്തയോ ആക്കാം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇതി അഭിധീയതേ. ഇതിനെ ക്ഷേത്രം, ജോലി ചെയ്യുന്ന ഭൂമി എന്ന് വിളിക്കുന്നു ഈ ശരീരത്തെ. ഈ ഭൗതിക ലോകം ആസ്വദിക്കാൻ നമ്മൾ ആഗ്രഹിച്ചു, കൃഷ്ണൻ നമുക്ക് നൽകിയിട്ടുണ്ട്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ആരംഭ ശരീരം ബ്രഹ്മമാണ്, അത്യധികം ഉന്നതമായ ശരീരം. എന്നാൽ നമ്മുടെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളുടെ ഫലമായി ബ്രഹ്മത്തിൽ നിന്ന് നാം മലത്തിന്റെ പുഴുവായി മാറും. ഇതിനെ കർമ്മം അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് വിളിക്കുന്നു. 84 ലക്ഷം ജീവജാലങ്ങളുണ്ട്. നമ്മുടെ ജോലി അനുസരിച്ച് നമുക്ക് ചില ശരീരം, അല്ലെ? ചിലതരം ശരീരം ലഭിക്കും. നമുക്ക് ബ്രഹ്മമായിട്ടിരിക്കാം, പിന്നെയോ നമ്മുടെ പ്രവൃത്തി അനുസരിച്ച് നമ്മൾ മലത്തിലെ ഒരു പുഴുവായിട്ടും ഇരിക്കാം. അത് നമ്മുടെ ചിന്താദോഷം അല്ലെങ്കിൽ പ്രവൃത്തി ദോഷം, അല്ലെ? അല്ലെങ്കിൽ കർമ്മദോഷം. 84 ലക്ഷം ജീവജാലങ്ങൾ. നമ്മുടെ ജോലി അനുസരിച്ച്, നമ്മുടെ ചിന്ത അനുസരിച്ച് നമുക്ക് ചിലതരം ശരീരം ലഭിക്കും. ഇപ്പൊ അമ്മമ്മയ്ക്ക് കിട്ടിയതുപോലെ. നാം നന്മയുടെ രീതികളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉയർന്ന ഗ്രഹവ്യവസ്ഥയിൽ നമുക്ക് ഇപ്പോഴും മെച്ചപ്പെട്ട ശരീരം ലഭിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും നന്മയാണ് ചെയ്യുന്നത്, മറ്റുള്ളവരെ എല്ലാവരും നമ്മൾ ഒരുപോലെ സ്നേഹിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഉയർന്ന ഗ്രഹത്തിലേക്ക് കിട്ടും, അല്ലെ? നമ്മൾ അടുത്ത ജന്മം ഉയർന്ന ഗ്രഹത്തിലേക്ക് പോകും. ഇനി അവിടെയാണെങ്കിലോ നല്ല ദീർഘായുസ്സും നല്ല മെച്ചപ്പെട്ട ജീവിത നിലവാരവും ഒക്കെയുണ്ട്. ഇവിടെ നമ്മൾ സന്തോഷിക്കുന്നതിന്റെ ഒരു 100 ഇരട്ടിയായിരിക്കും അവിടെ സന്തോഷം.
ഉം. കൂടുതൽ കൂടുതൽ 1000 മടങ്ങ് സന്തോഷമാണ് അവിടെ കിട്ടുക. ഈ ഭൂമുഖത്ത് നമുക്ക് എന്ത് സൗകര്യങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിലും നാം നന്മയുടെ വഴികളിൽ പ്രവർത്തിച്ചാൽ നമുക്ക് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കും. അതുപോലെ നമ്മൾ മൃഗങ്ങളെ പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെ, നമ്മളെ കൂടുതൽ കൂടുതൽ അധപ്പതിച്ചിരിക്കും. അതിന് ഇഷ്ടംപോലെ ഗ്രഹങ്ങൾ താഴോട്ടുണ്ടല്ലേ, നരകങ്ങളുണ്ട്. അതല, തലാതല, പാതാളം അല്ലെ, അങ്ങനെ ഒരുപാട് ഗ്രഹവ്യവസ്ഥകളുണ്ട്. ഓരോരുത്തരും ചെയ്യുന്ന പാപത്തിനനുസരിച്ച് അതിന്റെ മൂർത്തം അതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഓരോ ഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ആവശ്യം പോലെ അല്ലെ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും അല്ലെ. എല്ലാം ചോദിച്ചു വാങ്ങിക്കും നമ്മൾ. തലാതല, പാതാള, അങ്ങനെ ഗ്രഹവ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഉയർന്ന ഗ്രഹവ്യവസ്ഥയും ഉണ്ട് അല്ലെ, മുകളിലോട്ടുള്ള ഗ്രഹങ്ങളും ഉണ്ട്. എല്ലാ ദിവസവും കാണാം ഓരോ നക്ഷത്രവും അർത്ഥമാക്കുന്നത് അവ വ്യത്യസ്ത ഗ്രഹ വ്യവസ്ഥയാണ്. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാ മധ്യേ തിഷ്ഠന്തി രാജസാം ജഗന്യാ ഗുണവൃത്തിസ്ഥാ അധോ ഗച്ഛന്തി താമസാം. ഇത് ഭഗവത്ഗീതയില് 14-ാമത്തെ അധ്യായത്തിൽ നിന്ന് എടുത്ത ഒരു ശ്ലോകമാണ്. എന്താണ് അവിടെ പറയുന്നത്? ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ, അതായത് ഊർധ്വം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്. സത്വഗുണത്തില് വർത്തിക്കുന്നവര് മുകളിലുള്ള ഗ്രഹങ്ങളിലേക്ക് പോകും അല്ലെ. മധ്യത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ളവര് അല്ലെ, രാജസ്വീയ ഗുണമുള്ളവരെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കും. കഷ്ടതകളും അല്ലെ ഒക്കെ അനുഭവിച്ച് അവിടെ ജീവിക്കും. ഇനി എന്താണ് താമസ ഗുണമുള്ളവരാണെങ്കിലോ അത് അധപ്പതി അല്ലെ, താഴോട്ടുള്ള ഗ്രഹവ്യൂഹങ്ങളിലേക്ക് പോകും. അതാണ് അധോ ഗച്ഛന്തി താമസ അല്ലെ. അപ്പൊ അതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഒരു അനുപാതമായിട്ടുള്ള ഒരു ശ്ലോകമാണ് അല്ലെ. അത് നമ്മളിൽ ഇരിക്കുകയാണ്. നമ്മളുടെ ഇഷ്ടം പോലെയാണ് ചെയ്യുക. നമ്മളെ ഇഷ്ടത്തിന് ഭഗവാൻ ഒരിക്കലും ചോദ്യം ചെയ്യില്ല. ഭഗവാൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ നിർബന്ധിച്ചോ? നമ്മളെല്ലാവരും പറഞ്ഞു നടക്കുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ നാസ്തികരായിട്ടുള്ള ആൾക്കാർ, ഈശ്വര വിശ്വാസികൾ അല്ലാത്തവരൊക്കെ പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് അല്ലെ? യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവർ ഭഗവാൻ എന്തിനാണ് നിങ്ങൾ പൂജിക്കുന്നതെന്നാണ് അവർ ചോദ്യം. ഭഗവാൻ ഒരിക്കലും അർജുനനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചില്ല. എപ്പോഴെങ്കിലും പറഞ്ഞോ കമ്പെടുത്തിട്ടോ മര്യാദയ്ക്ക് യുദ്ധം ചെയ്യടാ എന്ന് പറഞ്ഞു? ഇല്ലല്ലോ, പറഞ്ഞില്ല. നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇത് കിട്ടും, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ കിട്ടും, നീ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എല്ലാ റെക്കമെൻഡേഷൻസ് ആണ്, അല്ലാതെ ഒരിക്കലും നീ ഇത് ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞില്ല അല്ലേ. നീ ഇപ്പൊ യുദ്ധം ചെയ്യാതെ നീ ഈ യുദ്ധഭൂമിയിൽ നിന്ന് ഇറങ്ങി ഓടിയാൽ നിന്നെ അല്ലേ, യുദ്ധഭൂമിയിൽ നിന്ന് ഒളിച്ചോടിയവനെ എന്ന് നിന്നെ കളിയാക്കും ആൾക്കാർ. അത് നിനക്ക് കേൾക്കണോ? ക്ഷത്രിയനായി നിനക്ക് അത് സഹിക്കാൻ പറ്റുമോ അല്ലേ? നേരെ മറിച്ച് നീ ഇപ്പൊ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ഞാൻ കൊന്നു നിർത്തിയിരിക്കുക, ഇതിനാരും ജീവനോടുള്ള എല്ലാത്തിനും ഞാൻ തട്ടിക്കഴിഞ്ഞു അല്ലേ, നിനക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം അല്ലെ. നീ എന്താ ചെയ്യേണ്ടത്? നീ വെറുതെ ഇങ്ങനെ അഭിനയിച്ചാൽ മതി അമ്പയൊക്കെ വിടുന്നതായിട്ട്, അതൊക്കെ കറക്റ്റായിട്ട് പോയിക്കൊണ്ട് എല്ലാവരും മരിച്ചു അല്ലെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് പാപം കിട്ടില്ല. കാരണം എന്താണ്? നീ എനിക്ക് വേണ്ടിയാണ് അത് അങ്ങനെ ഈ യുദ്ധം ചെയ്യുന്നത്. നിനക്ക് യാതൊരു പാപക്കറയും അതില് നിനക്ക് കിട്ടില്ല, അത് ഞാൻ തീർച്ച പറയുന്നു അല്ലെ. നിനക്ക് ഒരു വിഷമം വേണ്ട എന്ന് ഭഗവാൻ തീർത്ത് പറയുകയാണ് അല്ലെ. ഇനി നിന്റെ ഇഷ്ടം. അപ്പൊ അർജുനൻ പറഞ്ഞു അല്ലെ, കരിഷ്മേ വചനം. ഇപ്പൊ ഞാൻ എന്റെ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നു, അങ്ങ് എന്ത് പറയുന്നു ഞാൻ അതുപോലെ ചെയ്തോളാം എന്ന് അവസാനം അർജുനൻ സമ്മതിച്ചിട്ട് നല്ല വഴി തിരഞ്ഞെടുത്ത് അല്ലെ, ഭഗവാൻ എന്താണോ പറഞ്ഞത് അതിനനുസരിച്ച് അതിൽ ഏതാണ് നല്ലതെന്ന് തിരഞ്ഞെടുത്തിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ ഭഗവാൻ ഒരിക്കലും എന്താണ് നിർബന്ധിച്ചിട്ടില്ല. ആരുടെയെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അത് ഇപ്പോഴേ തുടച്ചു കളയും. ഭഗവാൻ ഒരിക്കലും ആരെയും നിർബന്ധിക്കില്ല. പിന്നെ 9-ാമത്തെ അധ്യായത്തില് വീണ്ടും ഭഗവാൻ പറയുന്നത് എന്താണ്? യാന്തി ദേവാ വൃതാ ദേവാൻ പിതൃൻ യാന്തി പിതൃവൃത ഭൂതേജ്യാ യാന്തി ഭൂതാനി മധ്യാജിനോ പി യാന്തി മാം അല്ലെ. എന്താ അവിടെ പറയുന്നത് ഭഗവാൻ? ദേവന്മാരെ പൂജിക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും എവിടെ എത്തും? ദേവന്മാരുടെ ഗ്രഹങ്ങളിലെത്തും, ദേവന്മാരുടെ വാസസ്ഥലത്തെത്തും. നിങ്ങൾക്ക് ദേവന്മാരോടൊപ്പം താമസിക്കാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെ. ഇനി നിങ്ങൾ പിതൃക്കളെയാണ് പൂജിക്കുന്നെങ്കിലോ നിങ്ങൾക്ക് പിതൃലോകത്തെത്താം, അവിടെ നിങ്ങൾക്ക് പിതൃക്കളോടൊപ്പം കഴിയാം അല്ലെ. ഇനി ഭൂതപ്രേത പിശാചുക്കളെയാണ് നിങ്ങൾ പൂജിക്കുന്നെങ്കിലോ അവരെവിടെയാണോ താമസിക്കുന്നത്, ഭൂതപ്രേത പിശാചുക്കളോടൊപ്പം നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ താമസിക്കാം. അതാണ് ഭൂതേജയാന്തി ഭൂതാനി എന്ന് പറയുന്നത് അല്ലെ. ഇനി നിങ്ങൾ എന്നെയാണ് പൂജിക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് എന്നോടൊപ്പം വന്ന് വസിക്കാം, സന്തോഷമായിട്ട് ബ്ലിസ് ആയിട്ടിരിക്കാം അല്ലെ. തിരിച്ചു വരേണ്ടി വരില്ല. ബാക്കി എവിടെ പോയാലും ഏത് എന്താണ് ദേവന്റെ ലോകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങള്
അത് പാപഫലങ്ങളെല്ലാം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ തിരിച്ചു ഭൂമിയിലേക്ക് വന്ന് വീണ്ടും മനുഷ്യനായി പിറക്കേണ്ടി വരും. ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ഇങ്ങനെ നോക്കിയിരിക്കണം കോടാനുകോടി വർഷങ്ങൾ, അല്ലെ? എത്രയോ പുണ്യം ചെയ്താലേ നമുക്ക് ഒരു മനുഷ്യജന്മം കിട്ടുള്ളൂ. അല്ലെങ്കിൽ വല്ല പട്ടിയോ പൂച്ചയോ പഴുതാരിയോ അല്ലെ മാക്രിയോ ഒക്കെ ആയിട്ട് പല ജന്മം നമ്മൾ എടുക്കേണ്ടി വരും. എന്നിട്ട് മാത്രമാണ് നമുക്ക് ഒരു മനുഷ്യജന്മം കിട്ടുക. അത് വളരെ ക്ലിയർ ആയിട്ട് അത് 9-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അല്ലേ? അപ്പോ നമ്മളെ ഈ മുകളിലേക്കുള്ള ഗ്രഹങ്ങളിലേക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആഗ്രഹം പോലെ ഇരിക്കും. നമ്മളെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കും. അല്ല, താഴോട്ടാണ് പോകാൻ താല്പര്യമെങ്കിൽ അതനുസരിച്ചുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യും, അല്ലേ? മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ കാലം ജീവിക്കാം, അല്ലേ? സന്തോഷമായിട്ട് ജീവിക്കാം. എന്നിട്ട് പിന്നെ പടവും താഴോട്ട് വരേണ്ടി വരും. യാന്തി ദേവ വൃതാദേവ. കൃഷ്ണാബോധത്തിൽ തങ്ങളെ തന്നെ ഉയർത്താൻ ശ്രമിക്കുന്നവൻ, കൃഷ്ണൻ പറയുന്നു, പ്രാന്തയാചന. എന്നെ ആരാധിക്കുന്നവൻ എന്റെ അടുക്കൽ വരുന്നു. അതിനാൽ ഇപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടമാണ്. ഈ ശരീരം നമുക്ക് നൽകപ്പെട്ടതാണ്. ഈ ഭൗതിക ലോകത്ത് നമുക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വേണോ, മെച്ചപ്പെട്ട ജീവിതകാലം വേണോ, അതോ മൃഗജീവിതത്തിലേക്ക് സ്വയം അധിപ്പതിക്കണമെങ്കിലോ, അതോ കൃഷ്ണലോകത്തേക്ക് പോകണോ, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും വേണോ എന്ന് ഇപ്പോൾ നമ്മൾ തീരുമാനിക്കാം. ഇപ്പൊ നമ്മൾ തീരുമാനിച്ചാൽ മതി, അല്ലേ? അപ്പൊ ഇതില് 2-ാമത്തെ ശ്ലോകം എന്താ പറയുന്നത് ഈ അധ്യായത്തിൽ? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇതി അഭിധീയതേ ഏതദ് യോ വേത്തി തം പ്രാഹു ക്ഷേത്ര ഇതി തദ്വിധ. അല്ലെ? ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരതാം ക്ഷേത്രജ്ഞയോ ജ്ഞാനം യത്തജ്ഞാനം മതം മമ. അല്ലെ? അതിലെന്താ പറഞ്ഞ? ഞാൻ അതിന്റെ ഭാവാർത്ഥം വായിക്കാം. ഹേ ഭാരതവംശ, സർവശരീരങ്ങളിലും കുടികൊള്ളുന്ന ഞാനും ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ഇതാണ് എന്റെ അഭിപ്രായം. ആര് പറയുന്നു? ഭഗവാൻ പറയാണ്. അപ്പൊ അവിടെ വേറൊരു കാര്യങ്ങളുണ്ട്. ഈ ശരീരം, നമ്മൾ ഈ ശരീരമല്ല, അല്ലെ? നമ്മളെ ശരീരത്തിന്റെ ഉടമയാണ്, അല്ലെ? ആത്മാവാണ് നമ്മൾ, അല്ലെ? നമ്മൾ എന്താണ്? ഈ ശരീരത്തിന്റെ ഉടമയാണ്. കൂടാതെ ഇതിനകത്ത് ഇവിടെ എന്ത് പറയുന്നത്? ക്ഷേത്രജ്ഞയോർ ജ്ഞാനം വേറൊരാളും കൂടെ അതിനകത്തുണ്ട്. അതാരാണ്? നിങ്ങള്, അല്ലെ? ഒരു വ്യക്തിയാണ്, നിങ്ങളൊരു ശരീരത്തിന്റെ ഉടമയാണ്, അത് ശരീരത്തിനകത്ത്. മറ്റൊരു വ്യക്തി അതാരാണ്? അത് ഞാനാണെന്ന് ആരെ പറയുന്നത്? ഭഗവാൻ പറയും, അല്ലെ? കൃഷ്ണൻ പറയുന്നു, ക്ഷേത്രജ്ഞം ഛാവിമാം വിദ്ധി. ഞാനും ഈ ശരീരത്തിന്റെ ഉടമയാണ്. യഥാർത്ഥത്തിൽ കൃഷ്ണൻ ശരീരത്തിന്റെ ഉടമയാണ്, അല്ലെ? അവര് എന്താണ്, ഒരു അപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിൽ, ഇപ്പൊ ഇത് ഞാൻ താമസിക്കുന്ന പോലത്തെ ഒരു ഫ്ലാറ്റില് അതില് 2 ഉടമകളുണ്ട്, അഭിനിവേശക്കാരനും പിന്നെ ഭൂവുടമയും. അതിനാൽ ആശങ്കാകുലരായ 2 പുരുഷന്മാരുണ്ട്. എന്താണ് ഇവിടുത്തെ സംവിധാനം എന്ന് എനിക്കറിയില്ല, അല്ലെ? ഇപ്പോ ഫോർ എക്സാമ്പിൾ, ഇവിടെ ഈ ഫ്ലാറ്റില് ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിലും ആരെങ്കിലും വന്നാൽ ഇപ്പോ ഇവിടുത്തെ മുതലാളി ആരാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഉടമസ്ഥൻ ആരാണ്? ഞാൻ തന്നെയാണ്, അല്ലെ? ഞാനല്ലേ ഇവിടെ താമസിക്കുക. അപ്പൊ എല്ലാവരും പറയും, ഓ സാറേ, ആ പൂ ഒന്ന് പറിച്ചോട്ടെ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്താണ്, ആ ചെടിച്ചട്ടി ഒന്ന് എടുത്തോട്ടെ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം തരുമോ എന്ന് ഒന്ന് ചോദിക്കും, അല്ലെ? ആരോട് ചോദിക്കും? ഉടമയോട് ചോദിക്കും. അപ്പൊ ഇവിടെ ഓൾറെഡി ഒരു ഉടമയാണ്. എന്നെ കൂടാതെ വേറൊരു ഉടമയും കൂടെ ഇവിടെയുണ്ട്. അതാരാണ്? ഈ ഫ്ലാറ്റിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ, അല്ലെ? ഇപ്പൊ ഞാൻ വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നതെങ്കിൽ ഞാൻ ആർക്കാണ് വാടക കൊടുക്കുന്നത്? അദ്ദേഹമാണ് യഥാർത്ഥ ഉടമസ്ഥൻ. അത് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ശരീരം, അല്ലെ? 2 ഉടമകളുണ്ട്. ആത്മാവായ ഞാനും പിന്നെ പരമാത്മാവായ പരമപുരുഷനും 2 ഉടമകളുണ്ട്, അല്ലെ? അപ്പോ അധിനിവേശ എന്താണ്, ഇന്ത്യയിൽ 2 തരത്തിലുള്ള നികുതികളുണ്ട്. അധിനിവേശ നികുതിയും ഭൂവുടമയുടെ നികുതിയും. 2 തരം നികുതികൾ. അതുപോലെ ഈ ശരീരം, ഞാൻ ജീവാത്മാവ്, ഞാൻ അധിനിവേശക്കാരനാണ്, ഞാൻ ഉടമയല്ല. അധിനിവേശക്കാരൻ ഒരു പരിധിവരെ ഉടമയാണെങ്കിലും യഥാർത്ഥ ഉടമ ആരാണ്? ഭൂ ഉടമയാണ്. വായു, അല്ലെ? നമ്മളെ ശരീരം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ലെ? വായു, ഇപ്പോൾ ഈ മെറ്റീരിയൽ വിചാരങ്ങൾ എന്തൊക്കെയാണ്? ഭൂമി, ജലം, അല്ലെ? അഗ്നി, പിന്നെ വായു, ആകാശം. ഇവ ഭൗതിക ഘടകങ്ങളാണ്. അവ കൃഷ്ണന്റെ ഊർജങ്ങളാണ്. അതിനാൽ ഈ ശരീരം കൃഷ്ണന്റെ ഊർജം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ വ്യക്തി, ഞാനും കൃഷ്ണന്റെ ഭാഗവും, അല്ലെ? ഞാൻ പാർട്ട് ആൻഡ് പാർസൽ എന്ന് പറയും.
അംശം കൃഷ്ണൻ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭൗതിക ഊർജമായ പ്രകൃതിയിലൂടെ. പ്രകൃതി എന്നാൽ ഭൗതിക ഊർജം. കൃഷ്ണൻ പറയും, മൈ അധ്യക്ഷേണ പ്രകൃതി സൂയതേ ശരാചരം. അല്ലെ, ഈ ശരീരം കൃഷ്ണന്റെ ക്രമപ്രകാരം ഭൗതിക പ്രകൃതിയാൽ നിർമ്മിച്ചതാണ്. കൃഷ്ണൻ നമ്മളോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി, ഞാനും ഈ ശരീരത്തിന്റെ അധിനിവേശക്കാരിൽ ഒരാളാണ്. അതാണ് പരമാത്മാവ്. അതിനാൽ കൃഷ്ണൻ വളരെ ദയുള്ളവനാണ്. അവൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ശ്രദ്ധിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് അനുയോജ്യമായ ഒരു ശരീരം തയ്യാറാക്കാൻ ഭഗവാൻ ഭൗതിക ഊർജത്തോട് കൽപ്പിക്കുന്നു. അതാരാണ്? പ്രകൃതി. ഞാൻ അവിടെ വസിക്കുന്നു. ഇത് ആണ് അറിവ്. ഇതാണ് യഥാർത്ഥ അറിവ്. അല്ലെ, നമ്മൾ ആരാണ്, ഈ ശരീരം എന്താണ്, നമ്മളുമായിട്ട് ഭഗവാനായിട്ടുള്ള ബന്ധം എന്താണ്. നമ്മുടെ ആഗ്രഹം പോലെ നാം എന്താണ്, ഞാൻ നിനക്ക് തരുന്നു. എന്നെ സേവിക്കാൻ ഒരു ശരീരം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു വൈഷ്ണവ ശരീരം കിട്ടും. അല്ലെ, നിങ്ങൾക്ക് കൃഷ്ണനെ സേവിക്കാൻ കഴിയും. പൂച്ചകളെയും നായ്ക്കളെയും സേവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പൂച്ചയുടെയും നായയുടെയും ശരീരം ലഭിക്കും. അല്ലെ, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. നമ്മള് ഈ ഗോലോക വൃന്ദാവനത്തിലായിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? നമ്മൾ എപ്പോഴും ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അല്ലെ, അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ആ രക്തത്തിൽ ആ സേവവും മനോഭാവവും. അല്ലെ, നമുക്ക് ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും സേവിച്ചുകൊണ്ടിരിക്കാനാണ് താല്പര്യം. നമ്മളിപ്പോൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരെ സേവിക്കും? നമ്മളെ മാനേജറെ സേവിക്കും. അല്ലെ, മാനേജർ സന്തോഷം ഉണ്ടാകുന്ന രീതിയിലാണ് നമ്മൾ എല്ലാം ചെയ്യുക. അല്ലെ, മാനേജർ 9 മണിക്ക് വരാൻ പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് 9 മണിക്ക് മുമ്പ് ചെല്ലും. അല്ലെ, 5 മണിക്ക് പോകണമെന്ന് പറഞ്ഞാൽ 5 മണിക്കും. ഈ ഫയൽ എടുത്തുകൊണ്ട് എല്ലാം റെഡിയാക്കാന്ന് പറഞ്ഞാൽ ആ ഫയലെല്ലാം റെഡി. എന്തിനാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ശമ്പളം കിട്ടണമെങ്കിൽ ഈ മാനേജറെ സന്തോഷിപ്പിച്ചേ പറ്റുള്ളൂ. അല്ലെ, അതുകൊണ്ട് അങ്ങേരെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങേരെ സേവിക്കുന്നു. നമ്മൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ മാനേജറെ സേവിക്കും. ഇനി നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാലോ? അല്ലെ, ഇപ്പോൾ ഭാര്യ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭർത്താവിനെ സേവിക്കും. ഭർത്താവ് വീട്ടിൽ വന്ന് ഭാര്യയെ സേവിക്കും. അല്ലെ, അല്ലെങ്കിൽ അമ്മയെ അച്ഛനെ സേവിക്കും. പിന്നെയോ മക്കളെ സേവിക്കും. അല്ലെ, അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ സേവാ മനോഭാവം ഭാരതത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. നേരെ മറിച്ച് നമ്മള് ഇപ്പൊ വെളിയിലോട്ടൊക്കെ പോയി, ഇപ്പൊ യൂറോപ്പിലും അമേരിക്കയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാല് ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു 5-6 മക്കളുണ്ടെങ്കിലും അവരൊക്കെ ഇത്ര ആയിരുന്നപ്പോ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. അവരൊക്കെ എങ്ങോട്ട് പോയോന്ന് ഈ അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ല. അതാണ് അവരുടെ അവിടുത്തെ എന്താണ് ഒരു കസ്റ്റം അതാണ്. മക്കളൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അവര് അപ്പനായി. ഈ അച്ഛനും അമ്മയ്ക്ക് യാതൊരു ബാധ്യതയില്ല. അവര് സ്വന്തമായിട്ട് പഠിക്കും, അവർ സ്വന്തമായിട്ട് ജോലി ചെയ്യും, അവർ അധ്വാനിക്കും, അവരവരുടേതായ ജോലിയിൽ. ഇത് അവരൊക്കെ എവിടെയാണ് ജീവിക്കുന്നതെന്ന് പോലും ഈ അച്ഛനും അമ്മയ്ക്ക് അറിയില്ല. അതാണ് അവരുടെ ബന്ധം. മനസ്സിലായില്ലേ? പക്ഷെ അവരെന്ത് ചെയ്യും? പകരം ഒരു പട്ടിയെ പൂച്ചയൊക്കെ വീട്ടിൽ വളർത്തും. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ സേവിച്ചുകൊണ്ടിരിക്കണ്ടേ. അതുകൊണ്ട് അവര് ഒരു പട്ടിയെ പിടിച്ചിട്ട് അതിനെ സേവിക്കും. അപ്പൊ രാവിലെ എണീക്കുമ്പോൾ സ്വപ്നം കാണുന്നത് തന്നെ പട്ടിയെ ഓർത്തിട്ടായിരിക്കും. അല്ലെ, അയ്യോ ഞാൻ ഇന്ന് അവന് എന്ത് കൊടുക്കും? ഇന്ന് രാവിലെ അവനെ സ്പായിൽ കൊണ്ടുപോകാം. അല്ലെ, ഒരു 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 $100 കൊടുത്താൽ അവന് സ്പായിൽ അവനെ നീന്താൻ, അല്ലെ, കുളിപ്പിക്കാനൊക്കെ പറ്റും. അത് ചെയ്യാം. അല്ലെ, എന്നിട്ട് ഉച്ചയ്ക്ക് അത് പോയി മേടിച്ചു കൊടുക്കാം. അല്ലെ, ഇങ്ങനെ ഈ പട്ടിയെ വളർത്തുന്നതിനെ കുറിച്ച് മാത്രമാണ് അവരുടെ ചിന്ത. ഇപ്പൊ രാവിലെ എന്നിട്ട് മോർണിംഗ് വാക്കിന് പോകും. അല്ലെ, ഇങ്ങനെ ഒരു തുറലൊക്കെ കെട്ടി ഒരു സഞ്ചിയൊക്കെ എടുത്ത്, ഒരു പ്ലാസ്റ്റിക് സഞ്ചിയൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ഇത് അപ്പിയിട്ട് എടുക്കാനായിട്ട്. അല്ലെ, കാര്യം എന്താണ്? അതിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അതിന്റെ സന്തോഷമാണ് അവരുടെ താല്പര്യം. അല്ലേ, അവർക്ക് എന്താണ്? അവർക്ക് പട്ടി അവബോധമാണ്. ഭഗവാൻ കൃഷ്ണന്റെ അവബോധത്തിന് പകരം അവരുള്ളതാണ് എന്താണ്? പട്ടി അവബോധമാണ്. അവർ കുറെ കാലം കഴിയുമ്പോൾ അല്ലെ പട്ടിയെ പോലെ ഇരിക്കും. ഈ മോന്തൊക്കെ ഇങ്ങനെ നീണ്ടു വരും എന്ന് പറഞ്ഞിരിക്കും. അല്ലെ, കാര്യം എന്താണ്? അവരെപ്പോഴും സദാ പട്ടിയെ കുറിച്ചിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്, നായയെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അല്ലേ, നായയുടെ ശരീരത്തിലേക്കോ പന്നിയുടെ ശരീരത്തിലേക്കോ ദേവന്റെ ശരീരത്തിലേക്കോ മനുഷ്യന്റെ ശരീരത്തിലേക്കോ പ്രവേശിക്കാൻ കൃഷ്ണൻ നമ്മളെ നിർബന്ധിക്കുന്നില്ല. എന്നാൽ നാം അത് ആഗ്രഹിക്കുന്നു. ഈ മനുഷ്യൻ, ഈ പട്ടിയെ വളർത്തുന്ന മനുഷ്യൻ അവസാന കാലത്ത് എന്തായിരിക്കും ചിന്തിക്കുക? ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ പട്ടി ആരും നോക്കും? കഴിഞ്ഞു. അല്ലേ, അപ്പൊ അവസാനം എന്താ വിചാരിച്ച? പട്ടിയാണ്. അപ്പൊ അടുത്ത ജന്മം ബൗ എന്നെ കിട്ടി. അല്ലേ, അടുത്ത ജന്മം പട്ടിയായിട്ട് തന്നെ അലിച്ചു. കാര്യം എന്താണ്? അന്ധകാലേച്ച മാമേകം ശരൺ മുക്ത കളയപുരം. നീ എന്താണോ അവസാന കാലത്ത് ആഗ്രഹിക്കുന്നത് അത് തന്നെ നിനക്ക് കിട്ടും. അല്ലേ, അമ്മൂമ്മയ്ക്ക് എന്താണ് മീൻ കഴിക്കാനാണ് താല്പര്യമെങ്കിൽ അത് തന്നെ ആ ഒരു ശരീരം എന്താണ് ഉതകുന്ന ഒരു ശരീരം തന്നെ അമ്മൂമ്മയ്ക്ക് കിട്ടും. അതുപോലെയാണ് നായയുടെ ശരീരത്തിലേക്കോ പന്നിയുടെ ശരീരത്തിലേക്കോ ദേവന്റെ ശരീരത്തിലേക്കോ നമുക്ക് ദേവനാവാം. അല്ലേ, ഈ ദേവന്മാരെന്നൊക്കെ പറയുന്നത് അവർക്ക് ആ ഒരു എന്താണ് ഒരു കാലയളവ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ മാറ്റിയിട്ട് വേറൊരാളിനെ പ്രതിഷ്ഠിക്കും. മനസ്സിലല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഈ ദേവന്മാർക്ക് എല്ലാവർക്കും ആ ഒരു കാലാവധി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം കഴിഞ്ഞു, വേറൊരാൾ വരികയാണ് അവിടെ. അപ്പോൾ
ഈ നമ്മൾ നമുക്ക് വേണമെങ്കിലും നാളെ നമുക്കൊരു ഏതെങ്കിലും ഒരു ദേവനോ മുരുകനോ അല്ലെങ്കിൽ എന്തുവാണ് സരസ്വതിയോ എന്ത് വേണമെങ്കിലും ആവും. നായയുടെ ശരീരത്തിലേക്കോ പന്നിയുടെ ശരീരത്തിലേക്കോ ദേവന്റെ ശരീരത്തിലേക്കോ മനുഷ്യന്റെ ശരീരത്തിലേക്കോ പ്രവേശിക്കാൻ ഭഗവാൻ നമ്മളെ നിർബന്ധിക്കുന്നില്ല. എന്നാൽ നാം ആഗ്രഹത്താൽ സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് അത്തരം ശരീരം സ്വന്തമാക്കാനുള്ള സൗകര്യം നൽകുന്നു. അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം. അല്ലേ? നമ്മൾ മറ്റൊരു ഫലം കൊയ്യാൻ പാടില്ല. ഇതിനെ ഭൗതിക അസ്തിത്വം എന്ന് വിളിക്കും. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. അല്ലേ? ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ നാമം ജപിച്ച് ഉള്ള പുണ്യങ്ങളൊക്കെ കിട്ടി അല്ലെ, മുകളിലേക്ക് പോകാൻ, ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ വേണം നമ്മൾ എപ്പോഴും ശ്രമിക്കാൻ. അത് എന്ത് എളുപ്പമാണ്. ഈ കിടന്ന് കഷ്ടപ്പെടേണ്ട, അല്ലെങ്കിൽ ഒരു 100 കൊല്ലം നമ്മൾ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് ആകപ്പാടെ ഉള്ളത് ഒരു 100 കൊല്ലം അല്ലേ? അതിനകത്തൊരു 70 കൊല്ലം 80 കൊല്ലം നമ്മൾ ജീവിച്ചിരിക്കുള്ളൂ അല്ലേ? ഈ മീൻ തിന്നാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ മാത്രമാണ് കുറച്ചൊക്കെ കൂടുതൽ 103 വയസ്സ് വരെയൊക്കെ ഇരിക്കുന്നത് അല്ലേ? അപ്പോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താണ് ജന്മം തന്നെ അല്ലെ വെറുതെ പോവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അല്പം പോലും സമയം കളയാതെ ഇപ്പൊ ഇത്രയും വയസ്സായി, ഈ 5 വയസ്സിൽ തുടങ്ങേണ്ട കാര്യമാണ് നമ്മളിപ്പോ ഈ 40-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 35-ാമത്തെ വയസ്സിലൊക്കെ തുടങ്ങിയത്. അപ്പൊ ഇത്രയും കാലം നമ്മൾ നഷ്ടപ്പെടുത്തിയില്ലേ? 5 വയസ്സ് തുടങ്ങേണ്ടതാണ്. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത് എന്താണ്? 5 വയസ്സില് എല്ലാ കുട്ടികളും എന്താണ് കൃഷ്ണാപൂരത്തിലേക്ക് വരണമെന്നാണ് പ്രഹ്ലാദ് മഹാരാജ് പറയുന്നത് അല്ലേ? അപ്പൊ 5 വയസ്സിൽ തുടങ്ങേണ്ട കാര്യമാണ് നമ്മളിപ്പോ തുടങ്ങിയത്. അപ്പൊ എന്തുമാത്രം വർഷം 10-40 പോലെ നമ്മൾ നഷ്ടപ്പെടുത്തി. അതും കൂടെ കവറപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അത്രയും കൂടുതൽ നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചാലേ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ ഈ സത്സംഗത്തിൽ വരിക അല്ലെ? ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ നാമം ജപിക്കുക. അതൊക്കെ വളരെ എന്താണ് ആത്മാർത്ഥമായിട്ട് ജപിക്കാൻ ശ്രമിക്കുക. ഭഗവാനെ കുറിച്ച് ഓർക്കാൻ ശ്രമിക്കുക. സദാ ഹരിയായിട്ടിരിക്കാൻ ശ്രമിക്കുക അല്ലെ? ഭഗവാൻ അല്ലാതെ മറ്റൊന്നുമില്ല, ഭഗവാൻ ഇല്ലെങ്കിൽ നമ്മൾ ഇല്ല എന്നുള്ള ചിന്തയിലൂടെ നമ്മൾ വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തേണ്ടടുത്ത് എത്താം. അപ്പൊ നമ്മുടെ താല്പര്യം എന്തായിരിക്കണം? ഉപരിലോകങ്ങളിലേക്ക് പോകാനായിരിക്കണം നമ്മുടെ താല്പര്യം, അല്ലെങ്കിൽ ഭൂലോക വൃന്ദാവനത്തിലേക്ക് പോകാനായിരിക്കണം നമ്മുടെ താല്പര്യം. ഹരേ കൃഷ്ണ.